Today we will discuss about the tangential and normal components of acceleration. Consider an object moving along a curve C described by the vector function vector r, that is r of t, defined on the parameter interval I. We know that speed of the object at any time t is v. That is v equal to norm vector v of t, where v of t is the velocity vector, that is which is equal to norm vector r dash of t. ഒരു മൂവിങ് ഒബ്ജക്റ്റ്, ഒരു സി എന്ന് പറഞ്ഞ കർവിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെക്റ്റർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, വെക്റ്റർ ആർ എന്ന് പറയുന്നത്. അത് ഒരു പാരാമീറ്റർ ഇന്റർവെല്ലിലാണ് മൂവ് ചെയ്യുന്നത്. ഐ എന്ന് പറഞ്ഞ പാരാമീറ്റർ ഇന്റർവെല്ലിലാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ് അറ്റ് എനി ടൈം ടി എന്ന് പറയുന്നത് വി ആണ്, സ്കേലാർ വി. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് അല്ലെ. അപ്പൊ നോം വി ഓഫ് ടി എന്ന് പറയും. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർ ഡാഷ് ഓഫ് ടി ആണ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നോം ആർ ഡാഷ് ഓഫ് ടി എന്ന് എഴുതാം. ഇനി നമുക്കറിയാം വെക്റ്റർ ടി യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ അല്ലെ. അതെന്താണ്? വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ആർ ഡാഷ് ഓഫ് ടി അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്ത് കിട്ടും? വിച്ച് ഇംപ്ലൈസ് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? നോം ആർ ഡാഷ് ഓഫ് ടി ഇൻറ്റു വെക്റ്റർ ടി എന്ന് കിട്ടുമല്ലോ അല്ലെ. അപ്പൊ നോം ആർ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ലെറ്റർ വി ആണ്. അപ്പൊ വി ഇൻറ്റു വെക്റ്റർ ടി എന്ന് എഴുതാം നമുക്കിതിനെ. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്തത് ഇതെന്ന് പറയുന്നത് വെക്റ്റർ ടി വി എന്ന് പറയുന്നത് എന്താ? വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്, എന്നുവെച്ചാൽ സ്പീഡ്. അപ്പോൾ നമുക്ക് ഇനി വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് എഴുതാം? ഇത് വെലോസിറ്റി ആണ് അല്ലെ. അപ്പൊ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു വി ടി എന്ന് എഴുതാം. എന്ന് വെച്ചാൽ ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താ? വെക്റ്റർ വി ഓഫ് ടി ഈക്വൽ ടു വി ഇൻറ്റു വെക്റ്റർ ടി. ഇതാക്കിക്കോ ഫസ്റ്റ് ഇക്വേഷൻ. ഇതിന് പകരം ഇതാക്കിക്കോ. അപ്പൊ നമുക്ക് വിച്ച് എക്സ്പ്രസ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് സ്പീഡ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ. അപ്പോൾ വെലോസിറ്റിനെ നമുക്ക് അതിന്റെ സ്പീഡിന്റെയും ടി എന്ന് പറഞ്ഞ വെക്ടർ അതിന്റെ ഡയറക്ഷനാണ്, സ്പീഡിന്റെയും ഡയറക്ഷന്റെയും പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വെലോസിറ്റി വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? അപ്പൊ വെലോസിറ്റി വെക്ടർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ആക്സിലറേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ദ ആക്സിലറേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് അറ്റ് ടി ഈസ്, ആക്സിലറേഷൻ എന്താ? വെലോസിറ്റിന്റെ ഡെറിവേറ്റീവ് വെക്ടർ എ ഈക്വൽ ടു വെക്ടർ വി ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വെക്ടർ വി. ഇപ്പൊ വെക്ടർ വി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടി വി ഇൻറ്റു ടി ആണ് വേണ്ടി. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് വി ഇൻറ്റു വെക്ടർ ടി. നമ്മൾ ഒരു സ്കേലാർ ഇൻറ്റു വെക്ടറിന്റെ ഡെറിവേറ്റീവ് റൂൾ നമ്മൾ പഠിച്ചിരുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു വി ഡാഷ് വെക്ടർ ടി പ്ലസ് വി വെക്ടർ ടി ഡാഷ്. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇത് നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്. സിൻസ് വെക്ടർ എൻ എന്ന് പറയുന്നത് എന്താ? നോർമൽ വെക്ടർ, യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറയുന്നത് എന്തായിരുന്നു? വെക്ടർ ടി ഡാഷ് ഡിവൈഡഡ് ബൈ നോം ടി ഡാഷ് ആണ് അല്ലെ. ഇതാണ് വെക്ടർ എൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ടി ഡാഷ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? വെക്ടർ ടി ഡാഷ് ഈക്വൽ ടു നോം വെക്ടർ ടി ഡാഷ് ഇൻറ്റു വെക്ടർ എൻ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഈ ഇവിടുത്തെ ടി ഡാഷിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ടി ഡാഷ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും. അതുപോലെ നമുക്കറിയാം കർവേച്ചർ കെ ഈക്വൽ ടു നോം ടി ഡാഷ് ഡിവൈഡഡ് ബൈ നോം ആർ ഡാഷ് ആണല്ലോ.
അപ്പം അതിൽ നിന്ന് നോം ടി ഡാഷ് കണ്ടുപിടിക്കാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ്. നോം ടി ഡാഷ് എന്ന് പറയുന്നത് എന്ത് വരും? നോം ആർ ഡാഷ് ഇൻറ്റു കർവേച്ചർ അല്ലേ? നോം ആർ ഡാഷ് ഇൻറ്റു കർവേച്ചർ. നോം ആർ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡാണ് അല്ലേ? സ്പീഡ്. അപ്പൊ വി ആണ് വി അല്ലേ? വി ഈക്വൽ ടു നോം ആർ ഡാഷ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? കെ വി എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ടി ഡാഷിനെ എങ്ങനെ മാറ്റി എഴുതാം? ടി ഡാഷിനെ നമുക്ക് ദാറ്റ് ഈസ് ടി ഡാഷ് ഈക്വൽ ടു നോം ടി ഡാഷിന് പകരം നമുക്ക് ഈ കെ വി കൊടുക്കാം അല്ലേ? കെ വി എൻ എന്ന് എഴുതാം. കെ വി എന്ന് മാത്രം വെക്റ്റർ ആണ്. അപ്പൊ നമുക്കിനി ഇക്വേഷൻ 2നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് തരും. ദിസ് ഇക്വേഷൻ 2 എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ 2 ഇതാണ്. അപ്പൊ ഇക്വേഷൻ 2 ബിക്കംസ് വെക്റ്റർ എ ആണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. ദിസ് ഇക്വേഷൻ 2 ബിക്കംസ് വെക്റ്റർ എ ഈക്വൽ ടു വി ഡാഷ്. വി എന്ന് പറഞ്ഞ സ്കെയിലാണ്, വെക്റ്റർ അല്ല കേട്ടോ, അത് സൂക്ഷിക്കണം നിങ്ങൾ. ടി പ്ലസ് വി ടി ഡാഷ്. വി ഡാഷ് ടി പ്ലസ് വി ടി ഡാഷ് എന്താണെന്ന് കണ്ടുപിടിച്ചു. കെ വി എന്നാണ് അല്ലേ? അപ്പൊ അതിവിടെ എഴുതാം. കെ വി എൻ. 2 പ്രാവശ്യം വി ഉണ്ട്. അപ്പൊ നമുക്കതിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? വി ഡാഷ് വെക്റ്റർ ടി പ്ലസ് കെ ഇൻറ്റു വി സ്ക്വയർ വെക്റ്റർ എൻ. നമുക്ക് എ വെക്റ്റർ ഈക്വൽ ടു ഇങ്ങനെ കിട്ടും. ഇതാണ് ഇക്വേഷൻ നമ്പർ 3. പിന്നെ നമുക്ക് പറയാനുള്ളത് നോക്കാം. ഇനി ടാൻജൻഷ്യൽ കമ്പോണന്റും നോർമൽ കമ്പോണന്റും എന്താണെന്നാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ആക്സിലറേഷൻ വെക്ടറിനെ നമുക്ക് എന്താ ആക്കി എഴുതാൻ പറ്റി? 2 വെക്ടേഴ്സിന്റെ സം ആക്കിയിട്ട് അല്ലെ? 2 വെക്ടറിന്റെ സം ആക്കിയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റി. വെക്ടർ ടിന്റെ എന്നിന്റെയും കോൺസ്റ്റന്റ് മൾട്ടിപ്പിളിന്റെ സം ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റി. അപ്പൊ ഇതില് ഈ ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് 2. ഈ ടി എന്ന് പറഞ്ഞ വെക്ടർ എന്താണ്? യൂണിറ്റ് ടാൻജന്റ് വെക്ടറും n എന്ന് പറഞ്ഞ വെക്ടർ യൂണിറ്റ് നോർമൽ വെക്ടറും. അത് വെച്ചിട്ടാണ് നമ്മൾ ടാൻജൻഷ്യൽ കമ്പോണന്റും നോർമൽ കമ്പോണന്റും പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വെക്ടർ എനെ നമുക്ക് സം ഓഫ് 2 വെക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. 1 along the tangential direction, ടിന്റെ ഡയറക്ഷനിലും, ആൻഡ് അതർ along the നോർമൽ ഡയറക്ഷൻ, വെക്ടർ എന്നിന്റെ ഡയറക്ഷനിലും. അങ്ങനെയുള്ള 2 വെക്ടേഴ്സിന്റെ സം ആയിട്ട് വെക്ടർ എനെ എഴുതാൻ പറ്റും. വെക്ടർ എ ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു ദ സം ഓഫ് 2 വെക്ടേഴ്സ്, 1 along the tangential direction and the other along the normal direction. ഇനി ഇതിനെയാണ് നമ്മൾ പറയുന്നത്. First one, the magnitude of the acceleration along the tangential direction is called tangential scalar component of acceleration and is denoted by a t vector and suffix ആയിട്ട് vector t. The second one, the magnitude of the acceleration along the normal direction is called a normal scalar component of acceleration and is denoted by a n vector. അപ്പോൾ ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് അലോങ് ദ ടാൻജൻഷ്യൽ ഡയറക്ഷൻ, അതിനെയാണ് നമ്മൾ പറയുന്നത് ടാൻജൻഷ്യൽ സ്കേലാർ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എ ടി വെക്ടർ കൊണ്ടാണ്. ഇനി അതുപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ അലോങ് നോർമൽ ഡയറക്ഷനിലുള്ള ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ നോർമൽ സ്കേലാർ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ എന്ന് പറയും. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എ എൻ വെക്ടർ എന്നാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വെക്ടർ എനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇത് വെച്ചിട്ട് നമുക്ക് വെക്ടർ എ ഈക്വൽ ടു എങ്ങനെ എഴുതാം? വെക്ടർ എ ഈക്വൽ ടു നോർമൽ കമ്പോണന്റ് ടാൻജൻഷ്യൽ കമ്പോണന്റും ഇൻറ്റു ടി വെക്ടർ പ്ലസ് എ എൻ ഇൻറ്റു നോർമൽ കമ്പോണന്റ് ഇൻറ്റു എൻ വെക്ടർ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എ ടി വെക്ടർ എന്ന് പറയുന്നത് എന്ത് കിട്ടും?
വേർ എ ടി വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതാണ് വി ഡാഷ് ആണ്. ആൻഡ് എ എൻ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? കെ വി സ്ക്വയർ. അപ്പോൾ ടി വെക്ടറിന്റെ കമ്പോണന്റിനെ നമ്മൾ ടാൻജൻഷ്യൽ കമ്പോണന്റ് എന്നും എൻ വെക്ടറിന്റെ കമ്പോണന്റിനെ നമ്മൾ എന്ത് പറയും? നോർമൽ കമ്പോണന്റ് എന്നും പറയും. അത് വി ഡാഷും ഒന്ന് കെ വി സ്ക്വയറും ആണ്. അപ്പൊ ഇതാണ് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്, നമുക്ക് യൂസ് ചെയ്യാനുള്ള ഇക്വേഷൻസ്. അപ്പൊ ഇതൊന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി പ്രോബ്ലംസ് ഇതിൽ നിന്ന് ചോദിക്കാനുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫോർമുല ഫോർ എ ടി, എ എൻ ആൻഡ് കർവേച്ചർ. അപ്പൊ നമ്മുടെ ഇപ്പൊ കണ്ടുപിടിച്ച നമുക്ക് എ ടി എ എൻ എന്തൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മളിവിടെ ഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത്. We have v vector v, velocity vector v equal to v into t vector. നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു ഇക്വേഷൻ 1. ആൻഡ് ആക്സിലറേഷൻ വെക്ടർ a equal to v dash t plus k v square n. അത് ഇക്വേഷൻ നമ്പർ 3 കണ്ടുപിടിച്ചിരുന്നു. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ വെക്ടർ v ഡോട്ട് വെക്ടർ a ചെയ്യാം. അപ്പൊ v എന്ന് പറയുന്നത് v t വെക്ടർ എഴുതി, ഡോട്ട് a വെക്ടർ എഴുതി, v dash t പ്ലസ് കെ വി സ്ക്വയർ എൻ വെക്ടർ. അപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും? ആദ്യം ഇത് രണ്ടും സ്കെയിലാർ ആയിട്ടുള്ളത് ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. ഏതൊക്കെയാ? വി വി ഡാഷ്, പിന്നെ ബാക്കി വെക്ടറുകൾ തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പൊ വെക്ടർ ടി ഡോട്ട് വെക്ടർ ടി പ്ലസ്, ഇനി സ്കെയിലാർ ഉള്ളത് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. കെ വി സ്ക്വയർ, വി ഉണ്ട് ഇവിടെ, അപ്പൊ വി ക്യൂബ് ഉണ്ട്, കെ വി ക്യൂബ് ഇൻറ്റു വെക്ടർ ടി ഡോട്ട് വെക്ടർ എൻ. പിന്നെ ടി ഡോട്ട് ടി എന്ന് പറഞ്ഞാൽ എന്താ? ടി ഡോട്ട് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും സെയിം വെക്ടറാ. ടി ഡോട്ട് ടി വിച്ച് ഈസ് ഈക്വൽ ടു നോം ടി സ്ക്വയർ എന്ന് വരും അല്ലേ? നോം ടി ഇൻറ്റു നോം ടി, പിന്നെ അതിൻ്റെ ആംഗിള് കോസ് 0 അല്ല ആംഗിള്. അപ്പോൾ കോസ് 0 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ നോം ടി സ്ക്വയർ എന്ന് കിട്ടും. ഇപ്പൊ ടി എന്ന് പറഞ്ഞത് യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് അതിന്റെ നോം 1 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് വരും? എന്താ വരിക? ഇവിടെ വി വി ഡാഷ് മാത്രമാവും. അതുപോലെ ടി ഡോട്ട് എൻ, ടി ഡോട്ട് എൻ എന്ന് പറയുന്നത് എന്താ? ടിയും എന്നും മ്യൂച്വലി ഓർത്തോഗണല, രണ്ടും പരസ്പരം ഓർത്തോഗണല. രണ്ട് ഓർത്തോഗണൽ വെക്ടറിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്താ നമുക്കറിയാം? 0 ആണെന്നറിയാം. അപ്പോൾ ആ ടൈം എന്താ? ഇവിടെ ഇത് 1 ആയി, ഇവിടെ ഇത് 0 ആയി. അപ്പൊ ഈ ടൈം മൊത്തത്തിൽ 0 ആയിപ്പോയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വി ഡോട്ട് എ ഈക്വൽ ടു വി വി ഡാഷ് കിട്ടി അല്ലേ? വി ഡോട്ട് എ ഈക്വൽ ടു വി വി ഡാഷ് കിട്ടി. ഇനി നമുക്ക് therefore വി ഡോട്ട് എ എന്ന് എഴുതാം ഇവിടെ. therefore എ ടി എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? വി ഡാഷ് ആയിരുന്നു അല്ലെ? അപ്പൊ എ ടി എന്ന് പറയുന്നത് വി ഡാഷ് ആണ്. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് വി ഡാഷ് നമുക്ക് എന്ത് കിട്ടും? വി ഡോട്ട് എ ഡിവൈഡഡ് ബൈ വി ചെയ്താൽ മതിയല്ലോ. അപ്പോൾ വി ഡാഷ് ഈക്വൽ ടു വി ഡോട്ട് വെക്ടർ എ ഡിവൈഡഡ് ബൈ വി. അപ്പൊ വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി വെക്ടർ. അപ്പൊ നമുക്ക് അത് ആ ഫോമിൽ തന്നെ എഴുതാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആർ ഡാഷ്, നമുക്ക് ആർ ഓഫ് ടി അല്ലേ തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ അതേ ഫോമിൽ എഴുതാം. ആർ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി, അതാണ് ആക്സിലറേഷൻ വെക്ടർ, ഡിവൈഡഡ് ബൈ വി എന്ന് പറഞ്ഞാൽ സ്പീഡാണ്, ആർ ഡാഷ് ഓഫ് ടിന്റെ നോമാണ്. അപ്പോൾ എ ടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എ എൻ ആണ്. അപ്പൊ എ എൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സെയിം ഇതേ വെക്ടർ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ബിയും എയും തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ വി ക്രോസ് എ ചെയ്യാം. ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് വെക്ടർ വി ക്രോസ് എ ചെയ്യാം. അതെന്ത് വരും? വി ടി ക്രോസ് വി ഡാഷ് ടി പ്ലസ് കെ വി സ്ക്വയർ എൻ വെക്ടർ. അപ്പൊ രണ്ടിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാൻ പോകുന്നത്. ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും?
ആദ്യം സ്കേലാസ് മൾട്ടിപ്ലൈ ചെയ്യുക. വി വി ഡാഷ് വെക്റ്റർ ടി ക്രോസ് വെക്റ്റർ ടി പ്ലസ് കെ വി ക്യൂബ് വെക്റ്റർ ടി ക്രോസ് വെക്റ്റർ എൻ. അപ്പൊ നമുക്ക് വെക്റ്റർ ടി ക്രോസ് രണ്ട് സെയിം വെക്റ്ററിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്താ? ക്രോസ് പ്രൊഡക്റ്റ് 0 ആയി വരിക. ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് വരിക? അവിടെ നമുക്ക് സൈനാ വരിക. ഇവിടെ സൈൻ 0 വരുന്നതുകൊണ്ട് രണ്ട് സെയിം വെക്റ്ററിന്റെ ക്രോസ് പ്രൊഡക്റ്റ് 0 വരും. അപ്പൊ നമുക്ക് ഈ ടേം 0 ആയപ്പോ അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ടി ക്രോസ് എൻ ആണ്. ടി ക്രോസ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളത് ആദ്യം കണ്ടിരുന്നു, ബി ആണ്, വെക്റ്റർ ബി ആണല്ലോ ടി ക്രോസ് എൻ. അപ്പോൾ അതിന് പകരം വെക്റ്റർ ബി എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് ഇത് 0 ആയിപ്പോയി. കെ വി ക്യൂബ് ഇൻറ്റു ബി വെക്റ്റർ. കാരണം എന്താ? സിൻസ് വെക്റ്റർ ടി ക്രോസ് ടി എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ വെക്റ്റർ ടി ക്രോസ് എൻ എന്ന് പറയുന്നത് വെക്റ്റർ ബി ആണ്. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി? വെക്റ്റർ വി ക്രോസ് വെക്റ്റർ എ ഈക്വൽ ടു കെ വി ക്യൂബ് ഇൻറ്റു ബി വെക്റ്റർ. ഇനി അതിൽ നിന്ന് നമുക്ക് നോ വി ക്രോസ് എ കണ്ടുപിടിക്കണം. സോ നോ വെക്റ്റർ വി ക്രോസ് എ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇതിന്റെ നോമ കാണുന്നത്. അപ്പൊ അതിൽ സ്കേലാസിന്റെ ഒന്നും നോമ കാണേണ്ട ആവശ്യമില്ല. അപ്പൊ കെ വി ക്യൂബ് ഇൻറ്റു നോം വെക്റ്ററിന്റെ നോം. ബി എന്ന് പറഞ്ഞാൽ വെക്റ്ററാണ്, അപ്പൊ അതിന്റെ നോം. അപ്പൊ എന്ത് കിട്ടും? കെ ബി ക്യൂബ്. ബി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്റ്ററാണ് അല്ല, യൂണിറ്റ് വെക്റ്ററിന്റെ നോം എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ കെ ബി ക്യൂബ് എന്ന് തന്നെ കിട്ടും. കാരണം നോം വെക്റ്റർ ബി ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് നോം വി ക്രോസ് എ ഈക്വൽ ടു കെ വി ക്യൂബ് എന്ന് കിട്ടി. ഇനി നമുക്ക് എ എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാം. എ എൻ എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? കെ വി സ്ക്വയർ ആണ് അല്ലെ. കെ വി സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? കെ വി ക്യൂബിൽ നിന്ന് വി ഡിവൈഡ് ചെയ്താൽ പോരെ. നമുക്കിവിടെ കെ വി ക്യൂബ് അറിയാം, അത് വി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? കെ വി ക്യൂബ് എന്ന് പറയുന്നത് എന്താ? നോം വി ക്രോസ് എ ഡിവൈഡഡ് ബൈ വി. അപ്പൊ ഇത് വിയും എയും ഒക്കെ എന്താന്ന് എഴുതുക? വിച്ച് ഈസ് ഈക്വൽ ടു നോം ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോ ആർ ഡാഷ് ഓഫ് ടി. വെക്റ്റർ ആണ്. ഇതാണ് നമ്മുടെ എ എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ ലാസ്റ്റ് ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. അപ്പൊ നമുക്ക് എ എനും കിട്ടി, എ ടിയും കിട്ടി. ഇനി നമുക്ക് കർവേച്ചറും കൂടെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ കർവേച്ചറും കൂടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. ഈ ഇക്വേഷനിൽ നമുക്ക് ഇപ്പൊ കണ്ടുപിടിച്ച ആ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ കർവേച്ചർ കണ്ടുപിടിക്കാൻ പോകുന്നത്. കർവേച്ചർ ഓഫ് ദ കർവ് കെ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? കെ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എ എൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ എൻ ഈക്വൽ ടു കെ വി സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് കർവേച്ചർ കിട്ടും. കെ ഈക്വൽ ടു എ എൻ ബൈ വി സ്ക്വയർ ചെയ്താൽ മതിയല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടുന്ന് എ എൻ ബൈ വി സ്ക്വയർ എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു എ എൻ ബൈ വി എന്ന് പറഞ്ഞാൽ നോ ആർ ഡാഷ് ഓഫ് ടി സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ എ എൻ നമ്മളിപ്പോ കണ്ടുപിടിച്ചത് എഴുതാം. എ എൻ എന്താ? നോം ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ എ എൻ ഡിവൈഡഡ് ബൈ ഒരു ആർ ഡാഷ് ഓഫ് ടി ഉണ്ടായിരുന്നു അല്ലെ. നോം ആർ ഡാഷ് ഓഫ് ടി, നോം ആർ ഡാഷ് ഓഫ് ടി, പിന്നെ ഈ ആർ ഡാഷ് ഓഫ് ടിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും? ഇത് പവർ 2ഉം ഇത് 1 ആണ്. അപ്പൊ രണ്ടും കൂടെ കൂടിയിട്ട് നമുക്ക് 2 + 1 3 വരും. നോം ആർ ഡാഷ് ഓഫ് ടി ഹോൾ ക്യൂബ്. അപ്പൊ കർവേച്ചർ കാണാനുള്ള ഇക്വേഷനും നമുക്ക് കിട്ടും. ഇതാണ് കർവേച്ചർ കാണാനുള്ള ഇക്വേഷൻ.
അപ്പൊ 3 ഇക്വേഷനും നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് വെക്ടർ ആർ ഓഫ് ടി മാത്രം കിട്ടിയാൽ മതി അല്ലെ. വെക്ടർ ആർ ഓഫ് ടി കിട്ടിയാൽ നമുക്ക് an കാണാം, at കാണാം, കർവേച്ചർ കാണാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക.